ഗ്രീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷനിലെ ലേറ്റസ്റ്റ് അസസ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ അപ്ലോഡ് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് എന്ത് ചെയ്യാം? 11ാമത്തെ ചോദ്യം തൊട്ട് നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ അറിയാമല്ലോ, ഫോർമുല എഴുതി കയ്യിൽ തന്നെ വെച്ചേക്കുക. അത് പെട്ടെന്ന് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോർമുലകൾ ഈസി ആവും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എന്നാലും ഇതുകൂടി ഇനി പഠിക്കാത്തവരാണെങ്കിൽ ഇത് കൈ വെച്ചേക്കുക. ഓക്കെ, ഇത് കണ്ട് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഈസിയാവും. കാൽക്കുലേറ്റ് ദ ഫോഴ്സ്. ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ഓഫ് മാസ് 14,000 കിലോഗ്രാം ബൈ അപ്ലൈയിങ് എ റിട്ടാർഡേഷൻ ഓഫ് 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫോഴ്സാണ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. എന്താണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്? ഫോഴ്സാണ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. എന്താണ്? ഒരു വെഹിക്കിളുണ്ട്. ഓക്കെ, ഞാനൊരു കാറുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് വെഹിക്കിൾ. ഈ വെഹിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് 14,000 എത്രയാണ്? കിലോഗ്രാം ആണ്. ഇതിനെനിക്ക് എന്ത് ചെയ്യണം? റസ്റ്റിലോട്ട് കൊണ്ടുവരണം. എന്തിലോട്ട് കൊണ്ടുവരണം? റസ്റ്റിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന റിട്ടാർഡേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ റിട്ടാർഡേഷൻ ആയിട്ട് നമുക്ക് മൈനസ് ഇട്ട് തന്നെ കൊടുക്കാം. -1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷൻ കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത്? 14,000 തന്നിട്ടുള്ള ഡേറ്റ് എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്കിവിടെ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യാനുള്ളതെന്നുള്ളത് അല്ലേ? ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 1.8, റിട്ടാർഡേഷൻ ആയതുകൊണ്ട് -1.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടുപിടിക്കാനുള്ളതാണെങ്കിൽ ഫോഴ്സ് ഏത് ഫോർമുല ഉപയോഗിക്കും? നിങ്ങൾ തന്നെ നോക്കി പറ. ഏതാണ്? MA, സിമ്പിൾ ഫോർമുല അല്ലേ? F = MA ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എഴുതാം F = മാസ് എത്ര? 14,000 ഇൻറ്റു എത്രയാണ്? -1.8. അതിന് 18/10 എന്നെടുക്കാം, അല്ലെങ്കിൽ 1.8 എന്നെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. 18/10 എന്നെടുത്തു കഴിഞ്ഞാൽ ഒരു 0 ക്യാൻസലായി പോകും. കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് ഉത്തരവാദിത്തമായിട്ടും 2500 ന്യൂട്ടൺ. മൈനസ് ഇടാൻ മറക്കണ്ട, റിട്ടാർഡേഷനാണ്. -25,200 ന്യൂട്ടൺ ഫോഴ്സാണ് ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 14,000 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. 12ാമത്തെ ചോദ്യം. എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം for 2 seconds and its velocity changes from 10 meter per second to 50 meter per second. The same force is applied on another body of mass 10 kilogram moving with a velocity of 20 meter per second for 2 seconds in the direction of its motion. Calculate the final velocity of the second vehicle. അതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 കിലോഗ്രാം ആണ്. ഓക്കെ, അത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ പറയുന്ന 20 കിലോഗ്രാം ഭാരമുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 10 നിന്നും 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. ഈ ഫോഴ്സ് നമ്മൾ കൊടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡ് സമയത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു ബോഡി കൊടുത്തു. ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. അത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആദ്യത്തെ, ഇവിടെ നമ്മൾ മോള് 10 ഓക്കെ, സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടത്തേക്ക് ഞാൻ ഈ സെയിം മോളിൽ കൊടുത്ത അതേ ഫോഴ്സ് ഞാൻ കൊടുത്തു. എത്ര സമയത്തേക്ക് കൊടുത്തു? 2 സെക്കൻഡിലേക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന 10 കിലോഗ്രാം മാസുള്ള രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയായി എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ കേസ് വെച്ചുകൊണ്ട് രണ്ടാമത്തെ കേസ് കണ്ടുപിടിക്കുന്നൊരു ചോദ്യം. നല്ല ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്, വലിയ പാടൊന്നുമില്ല. തന്നിട്ടുള്ള ഡേറ്റ് എടുത്ത് എഴുതുക. 2 കേസായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈൻ വരച്ച് വയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കേസ് പറയാൻ പോവുകയാണ്. ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസിനാണ് പറയുന്നത്. മാസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 50, ഓക്കെ വൃത്തിയായിട്ട് എഴുതാം അല്ലേ, 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ് മാറിയത്. അത് എത്ര സമയം കൊണ്ടാണ് മാറിയെന്ന് ചോദിച്ചാൽ 2 സെക്കൻഡ് സമയമാണ്. എങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾക്കറിയാം ഫോർമുല, ന്യൂട്ടൻ്റെ ഫോർമുല. M × എന്താണ്? V-U/T ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M എത്ര? 20 × V എത്ര? 50 - 10/T എത്ര? 2. സോ നമുക്കിവിടെ ഫോഴ്സ് എത്ര കിട്ടും? 20
ഇൻറ്റു 50ൽ നിന്ന് 10 കുറച്ചാൽ 40/2. സോ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ഓക്കെ, നിങ്ങൾക്ക് തന്നെ എത്ര കിട്ടും നോക്കി. 20 2 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 10 × 40 എത്രയാണ്? 400. അപ്പോൾ എത്ര കിട്ടും? 400 ന്യൂട്ടൺ ഫോഴ്സാണ്. ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഓക്കെ, ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ അനദർ ബോഡി. അപ്പോൾ ഇതേ ഫോഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തത്, രണ്ടാമത്തെ ബോഡിയിലും കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ബോഡിയുടെ കേസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? അതിനി പറയേണ്ട കാര്യമുണ്ടോ? ഇവിടുന്ന് നമുക്ക് കിട്ടി 400 ന്യൂട്ടനാണ്. അവിടുത്തെ മാസ് എത്രയാണ്? മാസ് ടെക്സ്റ്റ് ക്വസ്റ്റിന് പറയുന്നുണ്ട് 10 കിലോഗ്രാമാണ്. അത് ആദ്യം പോയിക്കൊണ്ടിരുന്ന വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് ആണ്. അത് എത്ര സമയത്തേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തത്? 2 സെക്കൻഡിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് ഫൈനൽ വെലോസിറ്റിയാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഫൈനൽ വെലോസിറ്റി? നമുക്ക് എന്തായിരിക്കും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല എന്ന് പറയുന്നത്? സെയിം ഫോർമുല തന്നെ അല്ലേ? F = m/v-u/t. അപ്പോൾ ഇതൊന്ന് അകത്തോട്ട് കയറ്റി, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത ഫോർമുല എഴുതാം അല്ലേ? അല്ല, വേണ്ട, ഇത് തന്നെ എഴുതാം. m/v-u/t. കണ്ടുപിടിക്കാനുള്ളത് v ആണ്. അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണം. ആദ്യം ടിയെ കൊണ്ടുപോകാം. നമുക്ക് എന്ത് കിട്ടും? F × t = m/v-u. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് ഒക്കെ കൊടുത്തു നോക്കാം. ഫോഴ്സ് 400 ഇൻറ്റു ടൈം എത്ര? 2 = മാസ് 10 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിഞ്ഞൂടാ. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 എന്ന് കിട്ടും. അതോടെ കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 400 × 2 800 ആണ്. 800 ഈ 10-നകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ആണല്ലോ. 10v - 10 × 20 എത്ര? 200. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 800 ഉണ്ട്. ഈ -200 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് എത്രയാവും? +200 ആവും. അത് എത്രയാണ്? 10vക്ക് ഈക്വലാണ്. 800ഉം 200ഉം കൂടെ 1000 ആണ്. 1000 എന്താണ്? 10v ആണെങ്കിൽ v എത്ര? ഈ 10 അപ്പുറത്ത് പോകും അല്ലേ? 10 അപ്പുറത്ത് പോകുമ്പം ഇൻറ്റു അപ്പുറത്ത് പോകുമ്പം ഡിവിഷൻ ആവും. അപ്പോൾ 1000/എത്ര? 10 0 0 വെട്ടി നമുക്ക് ഫൈനൽ വെലോസിറ്റി എത്ര കിട്ടും? 100 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇതെനിക്ക് കിട്ടുന്ന ഉത്തരമാണ്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തോളണേ. കാരണം നമുക്കിവിടെ ഇപ്പോൾ ഗൈഡോ ഒന്നുമില്ല. നമുക്കിത് കറക്റ്റ് ഉത്തരമാണോ എന്ന് അറിയാനായിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി എത്രയാണ്? 100 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്കിവിടെ കിട്ടും. 13ാമത്തെ ചോദ്യം. എ ബുള്ളറ്റ് ഓഫ് മാസ് 20 grams hit a wooden block with a velocity of 100 meter/second comes to rest after penetrating 4 centimeter. Find the acceleration of the bullet. What is the retardation of the bullet? Calculate the force exerted by the bullet on the plank. അപ്പോൾ നോക്കാം, ഇവിടെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട് അല്ലേ? ഒരു തടി കഷ്ണമുണ്ട്. അത്യാവശ്യം വണ്ണമുള്ളൊരു തടി കഷ്ണം. അപ്പോൾ ഈ പറയുന്ന വുഡൻ ബ്ലോക്കിലോട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 100 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി സഞ്ചരിക്കുകയാണ്. ബുള്ളറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. അത് ഈ ബുള്ളറ്റ് വുഡൻ ബ്ലോക്കിൽ തട്ടി എത്ര ദൂരം സഞ്ചരിച്ചു? 4 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടിട്ട് എന്ത് ചെയ്തു? അത് 0 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. നമുക്കറിയാം 20 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 20/1000 കിലോഗ്രാമാണ്. SI യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. അത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് 100 മീറ്റർ/സെക്കൻഡ് ആണ്. റെസ്റ്റിലോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, എത്ര ദൂരം സഞ്ചരിച്ചു? പെനിട്രേറ്റ് ചെയ്തതിനു ശേഷം 4 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിച്ചു. സെൻറ്റിമീറ്റർ അല്ല, നമ്മുടെ യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. സോ 4/100 മീറ്റർ ദൂരമാണ് എന്ത് ചെയ്തത്? സഞ്ചരിച്ചത്. അങ്ങനെയാണ് ഇവിടുത്തെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം. നെഗറ്റീവ് ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് F = ma എന്നൊരു ഇക്വേഷൻ ഉണ്ട്. പക്ഷേ അതിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് ഫോഴ്സ് ഇല്ല. ആക്സിലറേഷൻ = ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? v - u. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് ആണോ? അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് അല്ലേ? v - u/t ആണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ടൈം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. v = u + at ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എന്തില്ല? ടൈമില്ല.
എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഏത് ഉപയോഗിക്കാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാൻ പറ്റും. വി എന്ന് പറയുന്നത് ഇവിടെ 0 അപ്പോൾ 0 ഇസ് ഈക്വൽ ടു യു എത്ര 100 അപ്പോൾ 100ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് എത്ര എസ് 4/100 കണ്ടിട്ട് വലിയ വാല്യൂ ആവുമെന്നൊക്കെ തോന്നുന്നു. 100ൻ്റെ സ്ക്വയറൊക്കെ ഉണ്ട്. 100ൻ്റെ സ്ക്വയർ എത്ര 2 0 കൂടെ കൊടുത്താൽ മതി 10,000 പ്ലസ് 2 ഇൻറ്റു 4 8/100 എ എന്ന് കിട്ടും 0. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? എ ആണ് കണ്ടുപിടിക്കാറുള്ളത്. അത് ഈ 10,000-ന് അപ്പുറത്തുണ്ടോ അല്ലേ? അപ്പോൾ മൈനസ് 10,000 ഈസ് ഈക്വൽ ടു 8/100 എ. ഇതൊക്കെ കണ്ടിട്ട് എന്തോ നിങ്ങളും കൂടി നോക്കുക കേട്ടോ. വലിയ വാല്യൂ ഒക്കെയാണ് കിട്ടുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോക്കുക. ഈ 100നെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? -1 2 3 4 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 8a. ശരി. അപ്പോൾ 2 0 കൂടെ എക്സ്ട്രാ വരും. -1 2 3 4 5 6 ഇസ് ഈക്വൽ ടു a ബൈ എന്താണ് 8 എന്ന് കൊടുക്കാം. ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? ആക്സലറേഷൻ എന്ന് പറയുന്നത് 1 2 5 അല്ലേ? നിങ്ങളോട് ചെയ്തു നോക്കേ. 1 2 5 2 3 0 എന്ന് കിട്ടും. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ എന്താ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആലോചിച്ചൊക്കെ 100 മീറ്റർ പെർ സെക്കൻഡ് വന്നതാണ്. ഓക്കെ, തെറ്റില്ല. ഇത് വേണമെങ്കിൽ വരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷനും കൂടെ ഒന്ന് തന്നെ അല്ലേ? 1 2 5 0 0 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. റിട്ടാർഡേഷൻ ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ. അടുത്ത മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഫോഴ്സ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? MA ആണ്. ഇവിടുത്തെ മാസം എത്രയാണ്? 20/1000 ഇൻറ്റു 1 2 5 0 0 0 മൈനസ് 3 0 3 0 വെട്ടി. പിന്നെ നമുക്ക് എത്രയാണുള്ളത്? 20 ഇല്ലേ? 20 ഇൻറ്റു 125 നമുക്ക് എത്ര കിട്ടും? 2500 മൈനസ് 2500 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. വാല്യൂസ് ഒക്കെ കുറച്ച് വലുതാണ്. ഇത് ചോദ്യത്തിൻ്റെ മിസ്റ്റേക്ക് ആണോ ഇനി ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് പിടികിട്ടുന്നില്ല. നിങ്ങളിവിടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയും വലിയ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് തരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത്. നിങ്ങളും കൂടി ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്രാഫ് ഷോയിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 10 kilogram ഈസ് ഗിവൺ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ചേഞ്ചസ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഗ്രാഫ്. ഫ്രിക്ഷൻ ഫോഴ്സ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഫോഴ്സും ഡിസ്റ്റൻസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ആദ്യത്തെ ഭാഗത്ത് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. അടുത്ത് നമ്മൾ ഫോഴ്സ് കൊടുത്തു. ഡിസ്റ്റൻസിന് അല്ല, പെട്ടെന്നൊരു ഫോഴ്സ് കൊടുത്തു. അടുത്ത ഫോഴ്സ് കൊടുക്കുന്നില്ല. ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷേ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. വീണ്ടും ഫോഴ്സ് കൊടുക്കുന്നു, കുറയുന്നു, കൊടുക്കുന്നു, കുറയുന്നു, പോകുന്നു. ഒരു വൃത്തികെട്ട ഗ്രാഫ് അല്ലേ? എന്താ ഇവിടെ പറഞ്ഞ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി വെൻ ഇറ്റ് ഈസ് അറ്റ് 3 meter? 3 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇതാണ് 3 മീറ്റർ. താഴെ കാണുന്ന 3 മീറ്റർ. 3 മീറ്റർ സഞ്ചരിച്ചപ്പോൾ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എ പാർട്ടിൻ്റെ ഉത്തരം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആക്സിലറേഷൻ്റെ ഫോർമുല ഏതാണ്? F ഈസ് ഈക്വൽ ടു MA. അവിടെ M നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 kilogram. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. കേട്ടോ, 10 kilogram. അപ്പോൾ അവിടുന്ന് ഫോഴ്സ് നമുക്ക് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാം. 3 മീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ? 8 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അപ്പോൾ അത് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം അല്ലേ? F ഈസ് ഈക്വൽ ടു MA ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്താണ്? അത് F/m ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര? 8/10. ദാറ്റ് ഈസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണത്? 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താ നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എത്രയാണ്? 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ഇവിടുത്തെ
ആക്സിലറേഷൻ എന്ന് പറയുന്നത്. എനിക്കിങ്ങനെ കിട്ടുന്നത്. അടുത്ത്, വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ ദ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി? എപ്പോഴൊക്കെയാണ് ഈ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റി ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? ബി പാർട്ട്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാണ്? ബി. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ 0 അല്ലേ? ആക്സിലറേഷൻ ഇല്ലാത്തപ്പോഴാണ് യൂണിഫോം വെലോസിറ്റി ഉള്ളത്. കാരണം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു F/m ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ആക്സിലറേഷൻ 0 ആവുന്നത്? അത് ഫോഴ്സ് 0 ആകുമ്പോഴാണ്. എവിടെയൊക്കെയാണ് ഫോഴ്സ് 0? ഇവിടെ ഫോഴ്സ് 0, ഇവിടെ ഫോഴ്സ് 0, ഇവിടെ ഫോഴ്സ് 0. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഉത്തരം? അപ്പോൾ OA എന്ന് പറയുന്ന ഭാഗം, DE എന്ന് പറയുന്ന ഭാഗം, HI എന്ന് പറയുന്ന ഭാഗം, ഏതൊക്കെ ഭാഗം? ഇതാ ഇത്രയും ഭാഗം. ഇതാ ഇവിടെ 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 ഫോഴ്സ് 0 ആണ്. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. അടുത്ത്, വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ ദ ബോഡി ഹാസ് യൂണിഫോം ആക്സിലറേഷൻ? എപ്പോഴൊക്കെയാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം. അപ്പോൾ നമുക്ക് സി പാർട്ട് സിമ്പിളാണല്ലേ? സിമ്പിളാണോ? സിമ്പിളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഉണ്ട്, അപ്പോൾ ഫോഴ്സ് ഉണ്ട്. യൂണിഫോമായിട്ട് എന്ത് ചെയ്യാണ്? ഈ ആക്സിലറേഷൻ വരണമെങ്കിൽ ഫോഴ്സും എന്ത് ചെയ്യണം? യൂണിഫോമായിട്ട് കൂടണം. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതാ ഈ AB എന്ന് പറയുന്ന ഭാഗം ഫോഴ്സ് കൂടുന്നു, അപ്പോൾ ആക്സിലറേഷൻ കൂടുന്നു. ആക്സിലറേഷൻ കൂടുന്നത് ഒരു കോൺസ്റ്റൻ്റ് റേറ്റിലാണ്. അപ്പോൾ എന്ത് പറ്റും? അല്ലേ? കൂടണം. കൂടണം. അപ്പോൾ ഏത് ഭാഗം? AB എന്ന് പറയുന്ന ഭാഗം. AB എന്ന് പറയുന്ന ഭാഗമല്ലേ അവിടെയല്ലേ എന്ന് പറയുന്നത്? ഈ പറയുന്ന യൂണിഫോം ആക്സിലറേഷൻ വരുന്നത്. അതോ BCയിലാണോ? ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഇവിടെ സഡൻ ഇൻക്രീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് AB പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു നമുക്കിവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ യൂണിഫോമായിട്ട് ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് BC എന്ന് പറയുന്ന സ്ഥലത്തും FG എന്ന് പറയുന്ന സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാണ്? 8 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ, 8 ന്യൂട്ടൺ വെച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോഴ്സിനനുസരിച്ച് ആക്സിലറേഷൻ എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ കൂടുകയുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കൊടുത്തേക്കുന്നത് എവിടെയൊക്കെയാണ്? BCയിലും FGയിലുമാണ്. അപ്പോൾ സിയുടെ ഉത്തരം എന്താണ്? BCയും FGയും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആലോചിച്ചൊക്കെ, ഒരേ ഫോഴ്സ് കൊടുക്കും അല്ലേ? 4 ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? യൂണിഫോമായിട്ട് നിങ്ങളൊരു വണ്ടി തളർന്നു എന്ന് ആലോചിക്കുക. നിങ്ങൾ ഒരേ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടിയുടെ സ്പീഡ് കൂടിപ്പോവും. ആണോ അല്ലേ? കൂടുന്നത് ഒരേ അളവിലല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്? F = ma. അപ്പോൾ ആക്സിലറേഷൻ എന്ത് ചെയ്യും? 4 മീറ്റർ/സെക്കൻഡ് ആകുമ്പോൾ, ഇപ്പോൾ ആക്സിലറേഷൻ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെ. ആക്സിലറേഷൻ = ഫോഴ്സ് ഞാൻ കൊടുത്തത് 10 ന്യൂട്ടൺ. ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു 2 കിലോഗ്രാം. അപ്പോൾ എത്ര? 10/5. ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ/സെക്കൻഡ്². അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ B/C എന്ന് പറയുന്ന ഭാഗത്ത് B/C എന്ന് പറയുന്ന ഭാഗത്ത് 5 മീറ്റർ/സെക്കൻഡ്² ആക്സിലറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ ആക്സിലറേഷൻ, അപ്പോൾ ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ച് ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ യൂണിഫോമായിട്ട് കൊടുക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്സിലറേഷൻ ഒരുപോലെ അല്ലേ? യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എത്രയാണ് ആക്സിലറേഷൻ അത് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് എന്ന കണ്ടിന്യൂസ് ആക്സിലറേഷൻ വരുന്നത് എപ്പോഴാണ്? ഈ BCയിലും അതുപോലെ തന്നെ FGയിലും ആണ്. അടുത്ത്, വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ ദ ബോഡി ഹാസ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എപ്പോഴായിരിക്കും? ഫോഴ്സ് കുറയ്ക്കുമ്പോഴായിരിക്കും റിട്ടാർഡേഷൻ ഉണ്ടാകുന്നത് അല്ലേ? ഫോഴ്സ് കുറയ്ക്കുമ്പോഴായിരിക്കും. അപ്പോൾ എവിടെ? സിയിലും ഡിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം എന്താണ്? ഫോഴ്സ് കുറയുകയാണ്. അതുപോലെ ഇയിലും എഫിലും വരുമ്പോഴും എന്ത് ചെയ്യാണ്? ഫോഴ്സ് കുറയുകയാണ് അല്ലേ? അപ്പോൾ രണ്ടു ഫോഴ്സ് കുറയുമ്പോഴാണല്ലോ അല്ലേ? നെഗറ്റീവ് ഫോഴ്സ് വരുമ്പോഴാണല്ലോ റിട്ടാർഡേഷൻ ഉണ്ടാകുന്നത്. ഫോഴ്സ് എതിരായിട്ട് വരുമ്പോൾ ഇവിടെ ഫോഴ്സ് കൂടിയിരിക്കുകയാണ്. ഇങ്ങോട്ട് C/D വരുമ്പോൾ എന്ത് ചെയ്യാണ്? ഫോഴ്സ് കുറയുകയാണ്. E/F വരുമ്പോഴും എന്ത് ചെയ്യാണ്? ഫോഴ്സ് കുറയുകയാണ് അല്ലേ? ഫോഴ്സ് കുറയുമ്പോൾ ആക്സിലറേഷനും കുറയും. ആക്സിലറേഷൻ കുറയുമ്പോൾ വെലോസിറ്റിയും കുറയും. വെലോസിറ്റി കുറയുമ്പോൾ അതെന്താണ്?
റിട്ടാർഡേഷനാണ്. ആലോചിച്ച് നോക്കി. ഇപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന വെലോസിറ്റി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സി ഡിയും ഇ എഫും നമുക്കിവിടെ ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ ഗ്രാഫ് ഷോയിങ് സീറോ റിസൾട്ടൻ്റ് ഫോഴ്സ്? ഇതിൽ ഏതിനാണ് സീറോ റിസൾട്ടൻ്റ് ഫോഴ്സ് ഉള്ളത്? റിസൾട്ടൻ്റ് ഫോഴ്സ് സീറോ ആയിട്ടുള്ള കേസ് എപ്പോഴെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അറിയാൻ പറ്റും, ഫോഴ്സ് സീറോ ആവുമ്പോൾ ആക്സിലറേഷനും സീറോ. ഫോഴ്സ് സീറോ ആവുമ്പോൾ ആക്സിലറേഷനും സീറോ. ആക്സിലറേഷൻ സീറോ ആവുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യൂല. വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ രണ്ട് സ്പീഡാണ്. സ്പീഡ് നമുക്ക് പറ്റുമോ? വെലോസിറ്റി അല്ലേ. അപ്പോൾ പിന്നെ ഏതായിരിക്കും നോക്കുക, സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് ഒരേ അളവിൽ മാറുന്നു. സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ പാരബോളിക്കായിട്ട് മാറുന്നു. അപ്പോൾ ഏതായിരിക്കും ഉത്തരം വരുന്നത്? നമുക്കറിയാം, നമുക്ക് നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ അത് ആക്സിലറേറ്റഡ് മോഷനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതല്ല. അപ്പോൾ എന്തായാലും ബി അല്ല. സിയും ഡിയും സ്പീഡിനല്ലേ തന്നേക്കുന്നത്, നമുക്ക് വെലോസിറ്റി അല്ലേ വേണ്ടത്, സ്പീഡല്ലല്ലോ. അപ്പോൾ പിന്നെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എ ആണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. ആൻസർ എ ആണ്. കാരണം നോക്ക്, സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആക്സിലറേഷൻ സീറോ ആണ്. ആക്സിലറേഷൻ സീറോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവിടെ ഫോഴ്സ് സീറോ ആണ്. അപ്പോൾ എ ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നു. 16ാമത്തെ ചോദ്യം. ദ ഫിഗർ ഷോസ് ഫോഴ്സസ് അപ്ലൈഡ് ഓൺ എ ബോഡി അറ്റ് റെസ്റ്റ്. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 2 seconds? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മളതിൽ വലതുവശത്തോട്ട് 16 ന്യൂട്ടണും ഇടതുവശത്തോട്ട് 7 ന്യൂട്ടണും കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഇതിനെ എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നമുക്ക് ഇത് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്, ബാലൻസ്ഡ് ഫോഴ്സ് മറ്റേ പഠിച്ചിട്ടുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ എത്ര? 16 + -7 ആണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര? 16 + -7 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റ് ഫോഴ്സ് എത്ര വരും? 9 വരും അല്ലേ. അപ്പോൾ 9 ന്യൂട്ടൺ പ്ലസ് വലത്തോട്ടുള്ള 9 ന്യൂട്ടൺ നമ്മുടെ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? മാസ് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നെ. എത്രയാണ്? 10 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? അത് ഫോഴ്സ് ബൈ മാസ് ആണ്. ഫോഴ്സ് എത്ര? 9 ബൈ മാസ് എത്ര? 10. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്ര? 0.9 m/s² ആണ് എന്താ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 2 seconds? 2 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു എന്താണ്? ut + ½ at² ആണ്. എസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ അവിടെ നോക്കി. ഓക്കെ, ദ ഫിഗർ ഷോസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ടൈം എത്ര തന്നിട്ടുണ്ട്? 2 സെക്കൻഡ് അല്ലേ തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അപ്പോൾ ഇൻറ്റു 2 അത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും പോട്ട് ½ ഇൻറ്റു ആക്സിലറേഷൻ എത്ര? 0.9 ഇൻറ്റു ടൈം എത്ര? 2ന്റെ സ്ക്വയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇത്രയും സംഖ്യ 0 ആയിട്ട് പോയി അല്ലേ. ഇത്രയും സംഖ്യ എന്തായിട്ട് പോയി? അത് 0 ആയിട്ട് പോയി. പിന്നെ എന്തുണ്ട്? ½ ഇൻറ്റു 0.9 ഞാൻ 9/10 എന്ന് എടുക്കാം. ഇൻറ്റു 2ന്റെ സ്ക്വയർ 4. 2ഉം 4ഉം വെട്ടി 2. 9 × 2 18. 18/10 1.8 മീറ്റർ ആയിരിക്കും എന്താ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ചോദ്യം. A and B are two objects of mass 6 kg and 4 kg respectively. They are placed touching each other with a frictionless surface. Calculate the force exerted by body object B on A. B യിലേക്ക് കൊടുത്ത ഫോഴ്സ് FBA കണ്ടുപിടിക്കണം. When a force of 15 Newton is applied on them. നമ്മൾ ഇതിലേക്ക് രണ്ടിലും കൂടി ചേർത്ത് എന്ത് ചെയ്തു? 15 ന്യൂട്ടൺ കൊടുത്തു. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ടും അടുത്തടുത്തിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്. രണ്ടിനും കൂടി ചേർത്ത് ഞാൻ എത്ര ന്യൂട്ടൺ കൊടുത്തു? 15 ന്യൂട്ടൺ കൊടുത്തു. അപ്പോൾ ഇവ ഇങ്ങോട്ടൊരു ഫോഴ്സും കൊടുത്തിട്ടുണ്ടാവും, അതിന് റിയാക്ഷൻ ആയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം F is equal to 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് MA, ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് MA തന്നെ ആയിരിക്കും നമ്മുടെ പരിപാടി. അപ്പോൾ FBA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം FAB നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇവ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഇവൻ തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സ്.
ഇവ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 കിലോഗ്രാമും ഉണ്ട് മാസ്, 4 കിലോഗ്രാമും ഉണ്ട് മാസ്. ആദ്യം നമുക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് എടുക്കാം. ഇവർ രണ്ടും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും, കാരണം ചേർന്നിരിക്കുകയല്ലേ. ഇവരോട് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു. എത്ര ഫോഴ്സ് കൊടുത്തു? 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഇവരുടെ രണ്ടുപേരും കൂടെ മാസ് എത്ര? 6 4 10 കിലോഗ്രാം ആണ്. എങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഒരു ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് കാരണം ഇത് മൂവ് ഉണ്ടാവുമല്ലോ. ആ ആക്സിലറേഷൻ എത്രയായിരിക്കും നോക്കടാ. നെറ്റ് ഫോഴ്സ് ഇവിടെ തൊട്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എത്ര? 15 ന്യൂട്ടൺ ടോട്ടൽ ഫോഴ്സ് FT. ഓക്കെ, ടോട്ടൽ മാസ് MT എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 6 + 4 10 കിലോഗ്രാം ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ F = നമുക്കറിയാം MA. അതിൽ നിന്നും A എന്ന് വെച്ചാൽ എന്താണ്? F/m. ഇവിടുത്തെ കേസ് ഫോഴ്സ് എത്ര? 15/m എത്ര? 10. സോ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ 1.5 m/s² ആക്സിലറേഷൻ ഉണ്ടായി. ഈ ആക്സിലറേഷൻ കാരണം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ആക്സിലറേഷൻ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, അവൻ രണ്ടാമത്തെ ഒരു ഫോഴ്സ് കൊടുത്തു. ഏത്? ആദ്യത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു, അവൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ തിരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഉറപ്പായിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ കൊടുത്ത ഫോഴ്സ് FBA എത്രയായിരിക്കും? അവൻ്റെ മാസ് ഇൻറ്റു അവിടെ ഉണ്ടായ മൊത്തം ആക്സിലറേഷൻ A. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ? ഇവൻ്റെ മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. അവിടെ ഉണ്ടായ മൊത്തം ആക്സിലറേഷൻ എത്രയാണ്? 1.5 ആണ്. അപ്പോൾ FBA എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 × 1.5 എത്ര? 6 ന്യൂട്ടൺ. മൈനസ് കൊടുക്കുക. ഓക്കെ, എത്രയായിരിക്കും? 6 കിട്ടും. മൈനസ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? മൈനസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തൽക്കാലം 6 ന്യൂട്ടൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 6 ന്യൂട്ടൺ ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ഈ ചോദ്യത്തിൽ, സംശയമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, കൂടെ മറ്റൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഇവരൊക്കെ രണ്ടുപേർക്കും ചേർന്ന് ഒരു ഫോഴ്സ് കൊടുത്തു. ഇവർ രണ്ട് ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവ ഇങ്ങോട്ടൊരു മൂവ് ചെയ്തു ഒരു ഗിവൺ ആക്സിലറേഷൻ ആണല്ലോ. ഈ ആക്സിലറേഷൻ എത്ര? അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എങ്ങനെ? ഈ രണ്ടിനെയും, ഇത് 6നെയും 4നെയും നമ്മൾ ടോട്ടൽ 10 എടുത്തു. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ നമുക്ക് 1.5 എന്ന് കിട്ടി. 1.5 m/s² ആക്സിലറേഷനാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്തത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുമ്പോൾ ആദ്യം ഫോഴ്സ് വന്നു, ഇവിടെ കൊടുത്തു. ഇവ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു അല്ലേ? ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഉണ്ടായ ആക്സിലറേഷൻ അനുസരിച്ചായിരിക്കും. എത്രയായിരിക്കും അത്? 1.5 m/s² ആക്സിലറേഷൻ ഉണ്ടാക്കുന്നൊരു ഫോഴ്സ് ആയിരിക്കും അവൻ കൊടുത്തത്, കാരണം ഒരുമിച്ച് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇവ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചൊരു റിയാക്ഷൻ ഫോഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ കൊടുത്ത റിയാക്ഷൻ അവൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഇവൻ കൊടുത്ത റിയാക്ഷൻ എന്തായിരിക്കും? അവൻ്റെ മാസ് ഇൻറ്റു അവിടെ ഉണ്ടായ ആക്സിലറേഷൻ. ഇവിടെ ഉണ്ടായ ആക്സിലറേഷനാണ് ഇത്, അവൻ്റെ മാസാണ് 4. അപ്പോൾ അടുത്ത ഫോഴ്സ് എന്തായിരിക്കും? F = 4 × 1.5 എത്ര? 6 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ന്യൂട്ടൺ ആണ്. ചോദ്യങ്ങളെല്ലാം കുറച്ച് നല്ല ലെവൽ ചോദ്യങ്ങളാണ്, അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളല്ല. എങ്കിലും നിങ്ങൾക്കൊരു വിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.